ഹലോ കൂട്ടുകാരെ, മെക് പപ്പു KNK യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഗ്യാരേജിൽ കയറിയിരിക്കുന്ന വണ്ടി എന്ന് പറയുമ്പോൾ 2010 ഹൈലക്സ് പിക്കപ്പ് ടൊയോട്ട. അപ്പോൾ കസ്റ്റമർ പറയുന്ന കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വണ്ടി RPM കയറുന്നുണ്ട്, വണ്ടി അതിനനുസരിച്ച് മൂവ് ആവുന്നില്ല. നമ്മൾ വണ്ടി വലിക്കില്ലെന്ന് പറയും. അപ്പോൾ കസ്റ്റമർ പറയുന്നതാണ് വണ്ടി റേസ് കയറുന്നുണ്ട്, വണ്ടി അതിനനുസരിച്ച് മൂവ് ആവുന്നില്ല. അപ്പം കംപ്ലയിൻറ്റ് ക്ലച്ച് ഡിസ്ക് തേയ്മാനം വന്നു കഴിഞ്ഞാൽ ഈ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കസ്റ്റമറുടെ അടുത്ത് ഞാൻ പറഞ്ഞു ക്ലച്ച് അസംബ്ലി ആയിട്ട് മാറണം. അപ്പോൾ കസ്റ്റമർ പറയുക യൂസ്ഡ് പാർട്സ് വാങ്ങിയിടാം, ക്ലച്ച് ഡിസ്ക് മാത്രം വാങ്ങിയിടാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ക്ലച്ച് ഡിസ്ക് മാത്രം, അതും യൂസ്ഡ് പാർട്സ് വാങ്ങിച്ചിട്ടിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഇത് ഗിയർ ഇറക്കിയിട്ട് ചെയ്യുന്ന പണിയാണ്, അതും ഇരട്ടി പണിയാവും. മാത്രമല്ല ക്ലച്ച് ഡിസ്ക് മാത്രം മാറിക്കൊണ്ട് കംപ്ലയിൻറ്റ് മാറാൻ ചാൻസ് ഇല്ല. ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റ്, അതായത് ഡ്രം ക്ലച്ച് എന്ന് പറയും, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന റിലീസ് ബെയറിങ്, പൈലറ്റ് ബെയറിങ്, ടോപ്പ് ഗിയർ ബെയറിങ്, റിലീസ് ബെയറിങ്, ക്ലച്ച് ബെയറിങ്, ഈ സെറ്റ് അസംബ്ലി ആയിട്ട് മാറിയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ കസ്റ്റമർ ഇതെല്ലാം പറഞ്ഞ് ഓക്കെ ആയി, പാർട്സ് വാങ്ങാനായിട്ട് പുള്ളി ഷോപ്പിൽ പോയേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അഴിക്കണം, അഴിച്ച് നോക്കിയിട്ട് ക്ലച്ചിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബാക്കി വീഡിയോ നമുക്ക് അടുത്തതിൽ കാണാം. ബാക്കി അഴിച്ചിട്ട് ക്ലച്ചിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇനി അഴിക്കാത്.